നമസ്കാരം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രഹസ്യമൊഴിയുമായി യുവതി പീഡനക്കേസിൽ കുരുക്കുമുറുകുന്നു. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രഹസ്യമൊഴി നൽകി രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ അതിജീവിതയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഒന്നിലേറെ തവണ പീഡിപ്പിച്ചതായാണ് അതിജീവിത നൽകിയിരിക്കുന്ന മൊഴി. നെടുമങ്ങാട് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി രഹസ്യമൊഴി നൽകുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട തെളിവുകളും ഹാജരാക്കിയതായി സൂചനയുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിലെത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തെന്ന് പരാതി നൽകിയ ബംഗളൂരുവിൽ താമസിക്കുന്ന 23 വയസ്സുകാരിയാണ് രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അതിജീവിത കോടതിയെ അറിയിച്ചു. ഈ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. യുവതിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം വരും ദിവസങ്ങളിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. 2023 സെപ്റ്റംബറിൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് രാഹുലിനെ പരിചയപ്പെട്ടത്. ടെലഗ്രാം അക്കൗണ്ട് നമ്പർ ചോദിച്ചു വാങ്ങി അതുവഴി സന്ദേശങ്ങൾ അയച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അറിയിച്ചു. വീട്ടുകാർക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നെങ്കിലും പിന്നീട് സമ്മതിച്ചു. അവധിക്ക് ബംഗളൂരുവിൽ നിന്നും നാട്ടിലെത്തിയ തന്നെ വീട്ടിലെത്തുന്നതിന് മുൻപ് ഒറ്റയ്ക്ക് കാണണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടു. ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞായിരുന്നു വിളിപ്പിച്ചത്. ഫെനി നൈനൊപ്പം കാറിലെത്തിയ രാഹുൽ നഗരത്തിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അകലെ ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള ഹോം സ്റ്റേയിൽ എത്തിച്ചു. സുഹൃത്തിന്റെ ഹോം സ്റ്റേ ആണെന്നും ജനങ്ങൾക്ക് തന്നെ അറിയാവുന്നതിനാൽ സ്വകാര്യത ഉറപ്പിക്കാനാണ് അവിടേക്ക് വന്നത് എന്നുമാണ് പറഞ്ഞത്. അകത്ത് കയറി ഉടൻ രാഹുൽ കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്തു. പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ബലം പ്രയോഗിച്ച് പീഡിപ്പിച്ചു. കടുത്ത ശാരീരിക മാനസിക പീഡനമാണ് നേരിട്ടത്. അതിനുശേഷം തന്നെ വിവാഹം ചെയ്യാനാവില്ലെന്ന് രാഹുൽ പറഞ്ഞു. ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യമായി ശ്രദ്ധ നൽകാൻ തന്റെ രാഷ്ട്രീയ ജീവിതം അനുവദിക്കില്ലെന്നാണ് കാരണമായി പറഞ്ഞത്. തുടർന്ന് തന്നെ കാറിൽ വീടിന് സമീപം ഇറക്കിവിട്ടു. കാണണമെന്നറിയിച്ച് ഏതാനും നാളുകൾക്ക് ശേഷം രാഹുൽ വീണ്ടും തന്നെ വിളിച്ചു. പിന്നീട് പതിവായി സന്ദേശങ്ങൾ അയച്ചെന്നും യുവതി പോലീസിന് മൊഴി നൽകുന്നുണ്ട്. വിവാഹകാര്യം പറഞ്ഞ് രാഹുൽ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്നും യുവതി മൊഴി നൽകിയിരുന്നു. ലൈംഗിക പീഡനം ചൂണ്ടിക്കാട്ടി KPCC നേതൃത്വത്തിന് യുവതി അയച്ച ഇമെയിൽ പോലീസിന് കൈമാറിയതോടെയാണ് രാഹുലിനെതിരെ രണ്ടാമത്തെ കേസ് വരുന്നത്. തുടർന്ന് പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള സംഘം പെൺകുട്ടിയെ ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പേര് പോലും ഇല്ലാതെ ലഭിച്ച ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടി രാഹുൽ ജാമ്യ ഹർജി നൽകിയിരുന്നു. പരാതി അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. 2 വർഷം താമസിച്ചാണ് പരാതി നൽകിയത്. പരാതി സത്യമെങ്കിൽ പോലീസിനെ സമീപിക്കാൻ ഏറെ സമയമുണ്ടായിരുന്നുവെന്നും ജാമ്യ ഹർജിയിൽ രാഹുൽ പറഞ്ഞു. കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യവും ലഭിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള അതിജീവിതയുടെ രഹസ്യമൊഴി കേസിൽ നിർണായക വഴിത്തിരിവാകുകയാണ്. 3 പീഡനക്കേസുകളാണ് രാഹുലിനെതിരെ ഉള്ളത്. നിലവിൽ 3 പീഡനക്കേസിലും രാഹുലിന് മുൻകൂർ ജാമ്യവും ഒരു കേസിൽ ജാമ്യവും ലഭിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് രണ്ടാമത്തെ കേസിലെ അതിജീവിത രഹസ്യമൊഴി നൽകുന്നത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ നിലനിൽക്കെ തന്നെ മജിസ്ട്രേറ്റിന് മുൻപാകെ നേരിട്ടെത്തി മൊഴി നൽകിയതും തെളിവുകൾ ഹാജരാക്കിയതും അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്തായാലും രാഹുലിനെതിരെ നീങ്ങാനുള്ളൊരു പുതിയ വഴി തെളിയിച്ചിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഈ കേസിൽ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന ശാസ്ത്രീയ തെളിവുകളും പോലീസ് സ്വീകരിക്കുന്ന തുടർ നടപടികളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയിലും ഈ കേസിന്റെ ഗതിയിലും എന്തായാലും നിർണായകമാകും.